Lord, you're holy. Lord, you're holy, and we'll lift you up. ദൈവവേല ചെയ്യുവാൻ പ്രത്യേകം ദൈവവിളി ലഭിച്ച ഒരു ദൈവ പൈതൽ ദൈവവേല ചെയ്യാതെ ലോകപരമായ ജോലിക്ക് പോയാൽ ആ ജോലിയിൽ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ഒരു വചനഭാഗം വായിക്കുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനാവിലെ നഥനയേലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ആദ്യം പത്രോസ് മുക്കുവനായിരുന്നു. യേശു പത്രോസിനെ മനുഷ്യനെ പിടിക്കുവാനായി നിയോഗിച്ചു. ക്രിസ്തുവിൻ്റെ വിളി ലഭിച്ചപ്പോൾ പത്രോസ് സകലവും വിട്ട്, വഞ്ചിയും വലയും സകലത്തെയും വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശുവിനെ കാണാനില്ല. പത്രോസും കൂട്ടരും പേടിച്ചൊരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. മനുഷ്യരെ പിടിക്കേണ്ടവൻ ഇതാ തൻ്റെ ദൗത്യമൊക്കെ മറന്ന് മത്സ്യം പിടിക്കുവാൻ പോകുകയാണ്. അന്ന് ആ രാത്രിയിൽ ആ കടലിൽ മറ്റു പല മുക്കുവന്മാരും മീൻ പിടിക്കുന്നുണ്ടായിരിക്കും. അവർക്കൊക്കെ മീൻ കിട്ടുന്നു. പക്ഷേ പത്രോസിൻ്റെ വഞ്ചിയുടെ അടുത്തേക്ക് മാത്രം ഒരു മീനെ പോലും കർത്താവ് അയക്കുന്നില്ല. ദൈവവേല ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകമായി വിളിക്കുകയും എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ഈ ലോകത്തിൽ പണം, വസ്തുവകകൾ, മറ്റു പലതും നേടുവാൻ, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വിളി അവഗണിച്ച് മറ്റു പല കാര്യങ്ങൾക്കും പോയാൽ അത്തരം വ്യക്തികൾ ആ മേഖലയിൽ വിജയിക്കുകയില്ല. പത്രോസ് വീണ്ടും മീൻ പിടിക്കാൻ പോയ ആ രാത്രിയിൽ യേശുക്രിസ്തു അവൻ്റെ അരികിലേക്ക് വരുന്നതിന് മുമ്പ് ധാരാളം മീൻ പിടിക്കുവാൻ പത്രോസിന് കഴിഞ്ഞാൽ പത്രോസിൻ്റെ ധാരണ എന്താകും? ഇനി എനിക്ക് അപ്പസ്തോലനൊന്നും ആകണ്ട, എനിക്ക് നന്നായി മീൻ പിടിക്കാൻ കഴിയുന്നു, എൻ്റെ വഞ്ചിയിൽ നിറയെ മീൻ കിട്ടുന്നു, ഞാൻ പഴയതുപോലെ തന്നെ ഒരു മീൻപിടുത്തക്കാരനായി എൻ്റെ ബിസിനസ്സുമായി മുൻപോട്ട് പോകും. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ ഒരു ദൗത്യത്തിന് വിളിക്കപ്പെട്ട പത്രോസ് അത് നിറവേറ്റാതെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയവും ജീവിതവും മാറ്റിവെച്ച് തൻ്റെ മൊത്തം ജീവിതം വ്യർത്ഥമാകുമായിരുന്നു. ഇവിടെ പത്രോസ് വീണ്ടും മീൻ പിടിക്കാനായി പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ പത്രോസിന് ഒരു കാര്യം ബോധ്യമായി, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്കൊന്നും നേടാൻ സാധിക്കുകയില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ക്രിസ്തു പറയുന്നത് പത്രോസ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവനൊരു കാര്യം ബോധ്യമായി, ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ വലയിലേക്ക് ഒരു ചെറിയ മീൻ പോലും വരികയില്ല. പ്രിയമുള്ളവരെ, ഇതും ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. ചില ദൈവമക്കൾ ഒരുപക്ഷെ ഇങ്ങനെ വിചാരിക്കും, ഇതേ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഇതേ ബിസിനസ് തന്നെ ചെയ്യുന്ന രക്ഷിക്കപ്പെടാത്ത മറ്റു പലരും ധാരാളം പണം സമ്പാദിക്കുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ വഞ്ചിയുടെ അടുത്തേക്ക് പോലും മീനൊന്നും വരാത്തത് എന്താണ്? മറ്റുള്ളവർ ധാരാളം പണം സമ്പാദിക്കുന്നു, അതേ ജോലി ഞാൻ ചെയ്യുന്നു, എനിക്ക് പണമൊന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം ഏറ്റവും ഉന്നതമായൊരു ദൗത്യത്തിന്, സുവിശേഷ വേലയ്ക്ക് നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ നാം ആ ദൈവവിളിയെ തട്ടിമാറ്റി ഈ ലോകത്തിലെ താൽക്കാലികങ്ങളായ നേട്ടങ്ങൾക്ക് വേണ്ടി നാം പോയാൽ ദൈവത്തിൻ്റെ മഹാസ്നേഹത്താൽ
നാം എവിടെയൊക്കെ വാതിൽ മുട്ടുന്നുവോ അതൊക്കെ ദൈവം തന്നെ അടച്ചു എന്ന് വരും. പത്രോസ് വീണ്ടും മീൻ പിടിക്കാൻ പോയപ്പോൾ സ്വന്തം കഴിവാൽ ധാരാളം മീൻ പിടിക്കുവാൻ അവന് കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു മുക്കുവനായി മാറിയേനെ. അവനെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറുമായിരുന്നില്ല. എന്നാൽ ഇതാ ഇവിടെയും യേശുവിൻ്റെ സ്നേഹം പത്രോസിൻ്റെ നേരെ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു മീനും കിട്ടാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന പത്രോസിൻ്റെ അരികിലേക്ക് യേശു ചെല്ലുകയാണ്. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ വിളിയുണ്ടെങ്കിൽ നാം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ വേറെ ഏതെങ്കിലും ജോലിയിലേക്കോ മറ്റു കാര്യങ്ങൾക്കോ പോയാൽ സ്നേഹവാനായ ദൈവം അവിടെയും നമ്മെ തേടിയെത്തുകയാണ്. അവിടെ പരാജയം വരുമ്പോൾ നിരാശപ്പെടരുത്. നാം എപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമോ അതുവരെ പരാജയം തുടർന്നുകൊണ്ടിരിക്കും. യോന ദൈവഹിതത്തിൽ നിന്ന് അകന്ന് തർസീസിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ദൈവം അവന് ശിക്ഷണം നൽകി. മത്സ്യം അവനെ നിനവയിലേക്ക് തന്നെ കൊണ്ടുപോയി. ദൈവവിളി ലഭിച്ചവൻ്റെ കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക ശ്രദ്ധ ഉണ്ടോ? ദൈവവിളി ലഭിച്ചവരുടെ കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക ശ്രദ്ധയുണ്ട്. പത്രോസിന് തുടക്കത്തിൽ കർത്താവിൻ്റെ വിളി ലഭിച്ചവനാണ്. കർത്താവിൻ്റെ വിളി ലഭിച്ചപ്പോൾ സ്വന്തം ജോലിയും വഞ്ചിയും എല്ലാം ഉപേക്ഷിച്ച് ഉടനെ തന്നെ സകലവും വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചവനാണ് പത്രോസ്. കർത്താവായ യേശുവിനെ ശത്രുക്കൾ ക്രൂശീകരിക്കാനായി പിടിച്ചപ്പോൾ പത്രോസിന് പേടി വന്നു. 3 വട്ടം നിഷേധിച്ചു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. എങ്കിലും വാസ്തവത്തിൽ പത്രോസ് ആരാണ്? ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിളി ലഭിച്ചപ്പോൾ തൻ്റെ ഉപജീവന മാർഗം പോലും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചവനാണ്. അങ്ങനെയുള്ള പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ, ഒരു പരാജയം വന്നപ്പോൾ കർത്താവായ യേശു പത്രോസിനെ തള്ളിക്കളയുന്നില്ല. അവനെ വീണ്ടും ഏതുദ്ദേശത്തിന് വേണ്ടി ആദ്യം വിളിച്ചുവോ അവനെ വീണ്ടും കർത്താവ് മടക്കി വരുത്തുകയാണ്. യോനയുടെ കാര്യം പറഞ്ഞല്ലോ. യോന ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ഒരനുസരണക്കേട് കാണിച്ചു എന്നുള്ളത് ശരിയാണ്. യോനയെ ദൈവം തള്ളിക്കളയുന്നില്ല. അവന് ശിക്ഷണം നൽകി. അവനിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പൂർത്തിയാക്കി. എന്നാൽ ഇതുപോലെ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ ദൈവം ഇടപെടുന്നില്ല. ദൈവത്തിൻ്റെ പ്രത്യേക വിളി ലഭിച്ചവരുടെ കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക ശ്രദ്ധയുണ്ട്. കാരണം അവർ നഷ്ടപ്പെടുന്നത് കാണുവാൻ കർത്താവിന് മനസ്സില്ല. ഈ ലോകത്തിൽ എത്രയോ ധനവാന്മാരുണ്ട്, എത്രയോ ബുദ്ധിശാലികളുണ്ട്. പക്ഷേ പലരും കർത്താവായ യേശുവിനെയും അവിടുത്തെ വചനത്തെയും തീർത്തും അവഗണിക്കുന്നവരാണ്. ഇന്ന് ലോകത്തിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ക്രിസ്തുവിനും അവിടുത്തെ വചനങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നത്. ലോകത്തിലെ ഒരുപാട് ക്രിസ്ത്യാനികൾ പേരിന് മാത്രം ക്രിസ്ത്യാനികളാണ്. അവർ പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, നല്ല വീടിന് വേണ്ടി, ഭൗതിക ഉയർച്ചയ്ക്ക് വേണ്ടി, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്തുവോ അവിടുത്തെ വചനങ്ങളോ അവർക്ക് വിഷയമേ അല്ല. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഇവിടെ നാം ചിന്തിക്കുന്നത്. പത്രോസിനെ പോലെ ദൈവവിളി ലഭിച്ചവൻ്റെ കാര്യം, ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ഭക്തരുടെ ജീവിതത്തിൽ ഒരബദ്ധം വന്നാൽ, ഒരിക്കൽ കർത്താവിന് വേണ്ടി പരിപൂർണ സമർപ്പണം നടത്തി, എന്നാൽ ഏതോ ചില കാരണത്താൽ ചില അബദ്ധങ്ങൾ വന്നു, പരാജയങ്ങൾ വന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് കൈവിടുന്നില്ല. അവർക്ക് മടങ്ങി വരാനും അവരുടെ തെറ്റ് തിരുത്തുവാനും വീണ്ടും കർത്താവിനെ പൂർവാധികം ശക്തിയോടെ സേവിക്കുവാനും ഒരവസരം കർത്താവ് നൽകുന്നു. യേശുവിൻ്റെ വിളി കേട്ട് ആ നിമിഷത്തിൽ സമസ്തം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ ഇറങ്ങിത്തിരിച്ച പത്രോസ്
ഒരു പ്രത്യേക ഘട്ടത്തിൽ ക്രിസ്തുവിനെ അറിയില്ല എന്ന് നിഷേധിച്ചാലും കർത്താവിന് പത്രോസിനെ തള്ളിക്കളയുവാൻ മനസ്സില്ല. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ വിളി ലഭിച്ചിട്ടുണ്ടോ? ഒരു ഓഡിബിൾ വോയിസ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ വായിക്കുമ്പോഴും കർത്താവ് നമ്മെ വിളിക്കുകയാണ്. എന്നെ അനുഗമിക്കുക. ഈ ലോകത്തിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നിന്റെ സമയവും ജീവിതവും മാറ്റിവെക്കരുത്. എന്നെ അനുഗമിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും. നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ആ വിളിക്ക് യെസ് പറയുന്നില്ല. അവർ ഈ ലോകമോഹങ്ങൾക്ക് വശംവദരായി ജീവിക്കുകയാണ്. എന്നാൽ കുറച്ചു പേർ കർത്താവിൻ്റെ വിളിക്ക് യെസ് പറഞ്ഞ് സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. അങ്ങനെയുള്ള യഥാർത്ഥ ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വീഴ്ചകൾ, പരാജയങ്ങൾ വന്നാൽ അവരെ തിരുത്തുവാൻ കർത്താവിന് 100% ഒരുക്കമുണ്ട്. എന്നാൽ ഇന്ന് പലരും ആത്മാർത്ഥതയുള്ള ക്രിസ്ത്യാനികളല്ല, ദൈവവചനത്തോട് വിശ്വസ്തരല്ല. പല ദൈവമക്കളും പറയാറുണ്ട്, അവർ കഠിനമായ ജോലി ചെയ്തിട്ടും കാര്യമായ ഒരു നിക്ഷേപമൊന്നും സ്വരൂപിക്കുവാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? രക്ഷിക്കപ്പെടാത്തവർ ഇതാ ധാരാളം പണം സമ്പാദിക്കുന്നു. അതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ദൈവ പൈതലിനാകട്ടെ പണം കിട്ടുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ വിളി നിങ്ങളുടെ ജീവിതത്തിന്മേലുണ്ടെന്നും ലോക മനുഷ്യർക്കുള്ളതിനേക്കാളും മെച്ചമായ ഒന്ന് നിങ്ങൾക്കുണ്ടാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കഠിനമായി ജോലി ചെയ്തിട്ടും നിങ്ങൾക്ക് കാര്യമായ നിക്ഷേപം ഉണ്ടാകാത്തത്. എന്നാൽ ദൈവവിളിയില്ലാത്തവർക്ക് ഈ ഭൂമിയിൽ ധാരാളം നിക്ഷേപം ഉണ്ടാകുന്നു. അവരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തരാണ്. അവർക്കുള്ളതിനേക്കാളും മെച്ചമായ ഒന്ന് ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണം വർദ്ധിക്കാത്തത്. വാസ്തവത്തിൽ സ്വന്തം കഴിവുകൊണ്ട് ദൈവമക്കൾക്ക് വല്ലതും നേടുവാൻ കഴിയുമോ? സ്വന്തം കഴിവ് കൊണ്ട് ദൈവമക്കൾക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല. പത്രോസ് ഇതാ സ്വന്തം തീരുമാനപ്രകാരം മത്സ്യം പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിക്കുകയാണ്. നേരം വെളുക്കാറായപ്പോൾ പത്രോസിനൊരു കാര്യം ബോധ്യമായി. എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഇനി എനിക്ക് മത്സ്യം കിട്ടുകയില്ല. വീശാമെന്ന് മാത്രം, പക്ഷേ മീനൊന്നും കുടുങ്ങുകയില്ല. കർത്താവായ യേശു ക്രിസ്തു കാത്തു നിൽക്കുകയായിരുന്നു. ഇവൻ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് മീൻ പിടിക്കാം എന്നാണല്ലോ ചിന്തിച്ചത്. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇവൻ എൻ്റെ ശിഷ്യനാണ്, ക്രിസ്തു ശിഷ്യനാണ്. ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കാതെ സ്വന്തം ഹിതപ്രകാരം മത്സ്യം പിടിക്കാൻ പോയിരിക്കുകയാണ്. പത്രോസ് തളർന്ന് ക്ഷീണിക്കണം. ഒരു 0 പോയിന്റിൽ പത്രോസ് എത്തുകയാണ്. ഇനി എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അങ്ങനെ സ്വന്തം കഴിവിലുള്ള വിശ്വാസം പൂർണ്ണമായി തകർന്ന ആ നിമിഷത്തിലാണ് യേശു അവിടെ വരുന്നത്. യേശു പറയുന്നു, ഇന്ന ഭാഗത്ത് വല വീശണം. വല വീശി ധാരാളം മത്സ്യം കിട്ടി. ഇതിൽ നിന്ന് വലിയ പാഠം നമുക്കൊക്കെ പഠിക്കാനുണ്ട്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഒന്നും നടക്കുകയില്ല. ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാം എന്ന് കരുതി അധ്വാനിച്ച് ക്ഷീണിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടായിരിക്കാം അധ്വാനിക്കുന്നത്. കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ എൻ്റെ കഴിവാൽ അധ്വാനിച്ചു മടുത്തു, ക്ഷീണിച്ചിരിക്കുന്നു. ഇനി എനിക്ക് ഒട്ടും ശക്തിയില്ല. അങ്ങ് എന്നെ സഹായിക്കണമേ. എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് പലതും നേടാമെന്നൊക്കെ ഞാൻ കരുതി തീവ്രമായി അധ്വാനിച്ചു. രാത്രി മുഴുവൻ വല വീശി, ഒരു മീൻ പോലും കിട്ടിയില്ല. കർത്താവേ, ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നില്ല. ഇനി അങ്ങയുടെ ഇഷ്ടം എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങയുടെ ഹിതമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പാകെ സമ്പൂർണമായി സമർപ്പണം നടത്തുന്നവരെ കർത്താവ് പിടിച്ചുയർത്തും.
ദൈവത്തിൻ്റെ ശക്തി അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരും. ദൈവകൃപ സമൃദ്ധമായി കർത്താവ് അവർക്ക് കൊടുക്കുകയും ഈ ഭൂമിയിൽ അവർ ചെയ്യേണ്ട ദൈവഹിതം അവരിലൂടെ തന്നെ കർത്താവ് പൂർത്തീകരിക്കും. അതുകൊണ്ട് പരാജയങ്ങളിൽ തളർന്നു പോകരുത്. ക്രിസ്തു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, എന്നെ സഹായിക്കണമേ എന്ന് നാം തുറന്ന് കർത്താവിനോട് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ഹല്ലേലൂയ. പരാജയപ്പെട്ട പത്രോസ് ഇതാ തിരിച്ചു വരുന്നു. അവൻ വീണ്ടും ഒരു അപ്പസ്തോലനായി അനേകരോട് സുവിശേഷം പറഞ്ഞു. പരിശുദ്ധാത്മ പ്രേരണയാൽ 2 ലേഖനങ്ങൾ എഴുതി. ക്ഷീണിച്ചവർക്കും തളർന്നവർക്കും ബലം നൽകുന്ന ആശ്വാസവചനങ്ങൾ നിറഞ്ഞ ലേഖനം. പ്രിയമുള്ളവരെ, പരാജയപ്പെട്ടവരെയും ദൈവം എടുത്തുപയോഗിക്കും. മടങ്ങി വരുവാൻ, കർത്താവിനനുസരിക്കാൻ അവർക്ക് മനസ്സുണ്ടോ? പത്രോസ് ഇപ്രകാരം എഴുതി, 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. ഒരിക്കൽ ക്രിസ്തുവിനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ, എന്നെയും ശത്രുക്കൾ കൊല്ലുമോ, ക്രിസ്തു നിമിത്തം എനിക്കും പീഡ വരുമോ, അങ്ങനെ പേടിച്ചാണ് ക്രിസ്തുവിനെ നിഷേധിച്ചത്. അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ്, ക്രിസ്ത്യാനിയായി എന്നതിൻ്റെ പേരിൽ പീഡനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ക്രിസ്തുവിനെ തള്ളിപ്പറയരുത്. പിന്നെയോ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. കർത്താവ് വീണ്ടും തേജസ്സോടെ വരും. രാജാതിരാജാവായി കർത്താതികർത്താവായി വരും. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് മിന്നൽ ശക്തിയോടെ വീശുന്നതുപോലെ ഭയങ്കരമായ തേജസ്സോടുകൂടി ക്രിസ്തു വരും. ക്രിസ്തുവിൻ്റെ ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിനോടുകൂടെ ആനന്ദിക്കണമെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് കഷ്ടം സഹിക്കുവാൻ തയ്യാറാകണം. അല്ലാതെ ക്രിസ്തുവിൻ്റെ നാമം ധരിച്ചാൽ, ക്രിസ്ത്യാനിയായാൽ കഷ്ടം വരുമോ എന്ന് പേടിച്ച് ക്രിസ്തുവിനെ നിഷേധിക്കാൻ പാടില്ല. തുടക്കത്തിൽ യേശുവിനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ പല ഉത്കണ്ഠകളും വന്നു. ഇനി യേശുവിൻ്റെ ശത്രുക്കൾ എന്നെയും പിടിച്ച് കൊല്ലുമോ? അവന് ആകുലതയുണ്ടായി. പക്ഷേ അവൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ അവസാനിച്ചത്. എൻ്റെ ഭാവി എന്താകും? കർത്താവായ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്താകും? എൻ്റെ ഭാവി എന്താകും? ഇങ്ങനെ പല രീതിയിലുള്ള ഉത്കണ്ഠാകുലതകൾ അതിനടിമപ്പെട്ടിരിക്കുന്നവരോട് പത്രോസ് സംസാരിക്കുകയാണ്. തൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് പത്രോസ് ഇപ്രകാരം എഴുതി, 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ
നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ പാപം ചെയ്ത് പരാജയപ്പെട്ട ചില വ്യക്തികളുണ്ട്. അവരെ നാം എങ്ങനെ സമീപിക്കണം? ജീവിതത്തിൽ പല പാപങ്ങൾ ചെയ്ത് ജീവിതം മൊത്തം പരാജയമായ പല വ്യക്തികളുമുണ്ട്. അവർ പാപം ചെയ്തതിൻ്റെ ശിക്ഷയായി അവരുടെ ജീവിതം പരാജയമായി. അതുകൊണ്ട് അവരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല, അവരുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, അങ്ങനെ പറഞ്ഞ് അവരെ ഒഴിവാക്കരുത്. പാപം ചെയ്ത് പരാജയപ്പെട്ട വ്യക്തികളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വചനങ്ങൾ അവരോട് പറയണം. അവരെയും കർത്താവായ യേശു സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശം നാം അവരോട് പറയണം. ഏത് പരാജയപ്പെട്ട വ്യക്തിയുടെയും ജീവിതത്തെ ശോഭയുള്ള ജീവിതമാക്കുവാൻ യേശുവിന് കഴിയും. തിരുവചനം നമ്മോട് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. സഹോദര, നിൻ്റെ പഴയ ആ പാപജീവിതം, അപമാനത്തിൻ്റെ ജീവിതം, തകർച്ചയുടെ ജീവിതം, രഹസ്യപാപങ്ങളുടെ ജീവിതം, അവയോട് നിനക്ക് പൂർണ്ണമായി വിട പറഞ്ഞ് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ കഴിയും. ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. ഈ രക്ഷയുടെ സന്ദേശം ആ പരാജയപ്പെട്ട വ്യക്തി സ്വീകരിച്ചാൽ അവന് വീണ്ടും പഴയ പാപത്തിൻ്റെയും പരാജയത്തിൻ്റെയും ജീവിതം നയിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു അവനെ വിശുദ്ധീകരിച്ച് വിശുദ്ധമായ വഴികളിലൂടെ നടത്തിക്കൊള്ളും. എന്നാൽ അതേസമയം ചില പ്രത്യേക പാപങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട് കിടക്കുന്നവരോട് ഈ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷം പറയാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മേൽ വലിയ ദൈവകൃപയും പരിശുദ്ധാത്മ ശക്തിയും ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ പല പാപങ്ങളും ചെയ്ത് പരാജയപ്പെട്ട് കിടക്കുന്നവരുടെ മേൽ പിശാചിന് വലിയ സ്വാധീനമുണ്ട്. നാം പരിശുദ്ധാത്മ നിറവില്ലാതെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എങ്കിൽ അവരെ കീഴ്പ്പെടുത്തിയ അതേ പാപശീലം നമ്മെയും കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂദാ എഴുതിയ ലേഖനം 22 മുതൽ വായിക്കുന്നു. ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ അഗ്നിയിലാണ് കിടക്കുന്നത്. ഒടുവിൽ ആ വ്യക്തി നിത്യമായ നരകത്തിലെ അഗ്നിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക, അതാണ് സുവിശേഷത്താൽ ആത്മരക്ഷ കണ്ടെത്തിയവരുടെ ദൗത്യം. പക്ഷേ അതിന് തുനിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ പാപം നമ്മെ സ്വാധീനിക്കരുത്. നീന്തമറിയാത്തൊരു മനുഷ്യൻ വെള്ളത്തിൽ വീണു മുങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരയിൽ നിന്ന ഒരു വ്യക്തി ഇത് കണ്ടു. വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ രക്ഷിക്കുവാൻ വേണ്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പക്ഷേ രക്ഷിക്കാൻ ചെന്ന മനുഷ്യന് വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് അറിഞ്ഞുകൂടായിരുന്നു. ആ വ്യക്തിയുടെ തലമുടി പിടിച്ച് കരയ്ക്ക് കൊണ്ടുവരണം. ഇതറിയാതെ വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഇദ്ദേഹം ചെന്ന് കെട്ടിപ്പിടിച്ചു. മരണവെപ്രാളം കാണിക്കുന്ന ആ സഹോദരൻ രക്ഷിക്കുവാനായി ചെന്നവനെ മുറുകെ പിടിക്കുകയും ഒടുവിൽ രണ്ടുപേരും മുങ്ങി മരിക്കുകയും ചെയ്തു. ഇത് നമുക്കൊരു പാഠമാണ്. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവിൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും വെറുത്തുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ഇതാ മറ്റൊരു വ്യക്തി വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. കരയിൽ നിന്ന സഹോദരൻ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വെള്ളത്തിലേക്ക് ചാടി. വെള്ളത്തിലേക്ക് ചാടിയ വ്യക്തിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരുവനെ
കൈകാര്യം ചെയ്യേണ്ടത്. അദ്ദേഹം വളരെ വിദഗ്ധമായി മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായി കരയ്ക്ക് കയറി. ഇതുപോലെ നമ്മുടെ മേൽ ദൈവാത്മനിറവും ഒരു വിശുദ്ധ ജീവിതവും ഉണ്ടായിരിക്കണം. ദൈവകൃപയും ഒരു വിശുദ്ധ ജീവിതവും നമുക്കുണ്ടെങ്കിൽ ഏത് പാപിയോടും നമുക്ക് സുവിശേഷം പറയാം. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്തുകയില്ല. അവനെ കീഴ്പ്പെടുത്തിയ പാപവും നമ്മെ കീഴ്പ്പെടുത്തുകയില്ല. എന്നാൽ ദൈവകൃപയും ദൈവാത്മനിറവും വചനപരിജ്ഞാനവും നമുക്കില്ല എങ്കിൽ, ഒരു വിശുദ്ധ ജീവിതവും നമുക്കില്ല എങ്കിൽ, ആ അവസ്ഥയിൽ ഒരു പാപിയെ നേരെയാക്കാൻ പോയാൽ പാപി ഒരുപക്ഷെ നമ്മെ അവൻ്റെ പാപസ്വഭാവത്താൽ കീഴ്പ്പെടുത്തി അവനെപ്പോലെ തന്നെ നമ്മെയും നശിപ്പിച്ചു എന്ന് വരാം. അതുകൊണ്ടാണ് വചനത്തിൽ ഇപ്രകാരം മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. ചില ദൈവമക്കൾക്ക് ധാരാളം പണമുണ്ട്. നമ്മുടെ ജീവിതത്തെ അവരുടെ ജീവിതവുമായി തുലനം ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും പാടില്ല. നമ്മേക്കാൾ പണമുള്ള വിശ്വാസികളുണ്ട്, നമ്മേക്കാൾ പണമുള്ള അവിശ്വാസികളുണ്ട്. വലിയ വീടുകളുള്ളവരുണ്ട്, വലിയ കാറുകളുള്ളവരുണ്ട്, വലിയ അധികാരികളുണ്ട്. അവർക്ക് അത്തരം നേട്ടങ്ങളുണ്ടല്ലോ, എനിക്ക് ഇതൊന്നും ഇല്ലല്ലോ. അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളുമായി നമ്മുടെ ഇല്ലായ്മയെ തുലനം ചെയ്യുമ്പോൾ നമുക്കൊരുപക്ഷെ നാം ഒരു പരാജയമല്ലേ എന്ന് തോന്നിപ്പോകും. 2 കൊരിന്ത്യർ 10:12 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും ശ്രമിക്കുന്നവരെ വിഡ്ഢികളുടെ ഗണത്തിലാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നുകൂടി വായിക്കുന്നു. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. എന്നാൽ നമ്മുടെ ജീവിതത്തെ നാം താരതമ്യം ചെയ്യേണ്ടത് യേശുവിൻ്റെ ജീവിതത്തോടാണ്. യേശു ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? യേശു വിശുദ്ധിയിൽ ജീവിച്ചതുപോലെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? യേശു വിട്ടുകൊടുത്തതുപോലെ എനിക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം പിന്നിലാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കും. ഇനി സാമ്പത്തികമായി ഇങ്ങനെ തന്നെയാണ്. നമ്മെക്കാളും പണമുള്ള വിശ്വാസികളോ അവിശ്വാസികളോ അവരുമായി നമ്മെ തുലനം ചെയ്യരുത്. Lord, you're holy. Lord,